അപ്പോൾ സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ സ്ഥലത്തുനിന്ന് വരാമെന്നാണ് അവസാനം പറഞ്ഞു വെച്ചത്. പക്ഷേ എങ്ങനെ നമ്മുടെ ഹാൻഡിങ് ഓവർ നീണ്ട് അവസാനം ആ ദിനം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടെ സാധാരണ നമ്മുടെ വീഡിയോ ഇറങ്ങുന്ന ആ ഒരു സമയം ഞാൻ നമ്മുടെ കാരിസ്വൻ ധ്യാന കേന്ദ്രത്തോട് വിട പറയുന്ന ഒരു സമയമാണ്. ഇത് എൻ്റെ മുറിയാട്ടോ. ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ മുറി. അപ്പോൾ ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഓഫീസ് സെറ്റപ്പാണ്, പിന്നെ കിടപ്പുമുറി, അങ്ങനെ കാര്യങ്ങൾ. കഴിഞ്ഞ 5 വർഷം ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത ഒരു ഇടത്തിൽ നിന്ന് തന്നെ കാരിസ്മയിലെ അവസാന വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് മറ്റ് വലിയ സന്ദേശങ്ങളൊന്നുമില്ല, ജസ്റ്റ് നന്ദിയുടെ ഒരു വാക്ക് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഈ മുറിയിൽ ഇങ്ങനെ ഇരുന്ന എൻ്റെ കണക്കുകളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയായിരിക്കും ഈ കാരിസ്മയിലേക്ക് എന്നെ ദൈവം തിരഞ്ഞെടുത്തത്. കാരണം ഏറ്റുമാനൂർ സെമിനാരിൽ ഞാൻ റീജൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. സാധാരണ ഏറ്റുമാനൂർ റീജൻ്റായ വ്യക്തികൾ ഇങ്ങനെ കാരിസ്മയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. പക്ഷേ വളരെ യാദൃശ്യമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ്, ഞാനിവിടെ കാരിസ്മയിലേക്ക് വന്നപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കാരിച്ചൻ SOS സെമിനാരിയിലെ റീജൻ്റായിരുന്നു. അപ്പോൾ അതൊരു വലിയ സർപ്രൈസായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ ബിജിലച്ചനെ കണ്ടു. ബിജിലച്ചനെ കാണുമ്പോൾ ബിജിലച്ചനും ഏറ്റുമാനൂർ സെമിനാരി റീജൻ്റായിരുന്നു. അത് കഴിഞ്ഞാണ് ജസ്റ്റച്ചനെ കാണുന്നത്. ജസ്റ്റച്ചനെ ചോദിക്കുമ്പോൾ എനിക്കറിയാം, കാരണം ഞാൻ റീജൻ്റ് ആവുന്നതിന് മുമ്പത്തെ വർഷം റീജൻസി ചെയ്തതാണ് ജസ്റ്റച്ചൻ. അപ്പം ജസ്റ്റച്ചനും ഏറ്റുമാനൂർ സെമിനാരിയിലെ റീജൻ്റായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. അത് കഴിഞ്ഞാണ് കാരിസ്മ കമ്മ്യൂണിറ്റിയിലേക്ക് ലാലുവച്ചൻ കടന്നു വരുന്നത്. ലാലുവച്ചനോട് ചോദിക്കുമ്പോഴും അതെ, അച്ഛനും SOS ഏറ്റുമാനൂർ സെമിനാരിയിൽ റീജൻസി ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ എന്തൊരു പദ്ധതിയായിരുന്നു, അവിടെ റീജൻസായി നിന്നവർ കാരിസ്മയിലേക്ക് കടന്നു വരിക, അവിടെ സേവനം ചെയ്യുക എന്നുള്ളത്. എന്തായാലും ആ ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഇരുന്ന് ഓരോ കണക്കുകൾ എഴുതുമ്പോഴും എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചത് SOS സെമിനാരിയിൽ എനിക്ക് ലഭിച്ച ആ ഒരു എക്സ്പീരിയൻസാണ്. കാരണം അന്നത്തെ അച്ഛനായിരുന്ന ജോബി അച്ഛനൊക്കെ വളരെ കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമായിരുന്നു. ഓരോ തവണ എന്തെങ്കിലും ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഓരോ കണക്കുകൾ എഴുതേണ്ടത്, ഓരോ മാസവും എങ്ങനെയാണത് കണക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ വളരെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലാതെ ഒരു കണക്കപ്പിള്ള എന്ന രീതിയിൽ ഇരിക്കാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല. ഞാൻ ഒരിക്കലും അക്കൗണ്ടൻസിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചൊരു വ്യക്തിയല്ല. അപ്പോൾ ആ ഒരു റീജൻസി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഞാൻ ചെയ്ത് മുന്നോട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെയുള്ള അച്ഛന്മാർ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. ഇന്ന് പുതിയൊരു വ്യക്തിക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും വരവേൽപ്പിച്ച് ഇന്ന് ഈ മുറിയോടും വിട പറയുമ്പോൾ തീർച്ചയായും ഈ മുറി എനിക്ക് ഒത്തിരിയേറെ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു മുറിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഉള്ളിലെ സങ്കടങ്ങൾ ഒതുക്കാനും ഒത്തിരിയേറെ ടെൻഷനുകൾ അകറ്റാനും ഒക്കെ എന്നെ സഹായിച്ച ഒരു മുറിയാണ്. ഒത്തിരിയേറെ ഗൗരവത്തോടു കൂടി നടക്കുമ്പോഴും ആരോടെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ചൂടാകുമ്പോഴും പിന്നീട് മുറിയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു നൊമ്പരമുണ്ട്. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തം അതാണ്, ആ രീതിയിൽ പ്രതികരിച്ചേ മതിയാവും. ചില അവസരങ്ങളിൽ നമുക്ക് ഇല്ലെങ്കിൽ കൂടി അത് നമ്മൾ ചെയ്തേ മതിയാവും. അത് നമ്മളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ചൂടായിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫെയർവെൽഡേയും പറഞ്ഞതാണ്, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചൂടായിട്ടില്ല. എല്ലാം നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതനുസരിച്ച് എനിക്ക് നിങ്ങളുടെയും സ്നേഹം കിട്ടിയിട്ടുണ്ട്. കാരിസ്മയിലെ സ്റ്റാഫ് അംഗങ്ങളോട് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കാരണം ഒത്തിരിയേറെ ഞാനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയവരാണ് അവരോരോരുത്തരും. ഞാൻ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഓരോ വർക്കുകളും വളരെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുകയും കൃത്യസമയത്ത് ചെയ്ത് പൂർത്തീകരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായും എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അവരുടെയൊക്കെ സഹകരണത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ അച്ഛന്മാർക്കൊക്കെ മാത്രം നന്ദി പറഞ്ഞോളെന്ന് തോന്നുന്നു. എൻ്റെ സ്റ്റാഫ് അംഗങ്ങളോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഇതുവരെ എന്നോട് കാണിച്ച സ്നേഹം തുടർന്നും എൻ്റെ ജീവിതത്തിന് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യും. തീർച്ചയായും നിങ്ങളുടെ ഒരു സ്നേഹമുണ്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരും പ്രതികരണത്തിന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പലരും പറയുന്ന കേട്ടു അച്ഛൻ ചൂടാവുമെങ്കിലും ഒത്തിരിയേറെ മനസ്സാക്ഷി കാണിച്ചൊരു വ്യക്തിയാണെന്ന്. എന്തായാലും നമ്മുടെ നേച്ചർ ഒരിക്കലും മാറില്ല. എത്ര ചൂടൻ മുഖം മൂടി അണിഞ്ഞാലും ചിരിക്കുന്നൊരു മുഖം അതിൻ്റെ പുറകിലുണ്ട്. പലരും ഈ വീഡിയോ കണ്ടപ്പോൾ മാത്രമാണ് അച്ഛൻ ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ആ സ്ട്രെസ്സും അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ അതുപോലത്തെയൊക്കെ മുഖം പ്രകടമാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയി ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷവും സോറി ചോദിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഇനിയും കാണേണ്ടവരാണ്, തൊട്ടടുത്താണ്, ധൈര്യമായിട്ട് അവിടെ വരാം, നമുക്ക് കാണാം, സംസാരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇനി പുതിയ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുകയാണ്.
അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വീഡിയോസിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ അത് വരുത്താം. അല്ലെങ്കിൽ കാരിസ്മയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. കാരണം ഈ ഒരു 5 വർഷക്കാലം ഒത്തിരിയേറെ എക്സ്പീരിയൻസ് എനിക്ക് നേടാൻ സാധിച്ചു, ഒത്തിരിയേറെ വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു, ഒത്തിരിയേറെ ആളുകളുടെ വേദനകൾ പങ്കുവച്ചപ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കാൻ സാധിച്ചു, ചിലർക്കെങ്കിലും ചെറിയ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അതെല്ലാം തമ്പുരാൻ്റെ ഇഷ്ടമായിരുന്നു. ആ തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ പുതിയൊരു മേഖലയിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയുണ്ടാകണം. അപ്പോൾ ഇനിയും ഇതുപോലെ വീഡിയോസിലൂടെ നമുക്ക് പരസ്പരം കാണാം, അറിയാം, ഒത്തിരിയേറെ കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ ശ്രദ്ധയോടെ ക്ഷമയോടെ കാത്തിരിക്കും. ഓക്കെ, ബൈ. പോരെ ഞങ്ങളെ കഴിഞ്ഞ 5 വർഷം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നടത്തിയ അച്ഛനാണ്. അച്ഛനിപ്പോൾ പോകുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാലും അച്ഛനെ കർത്താവ് നടത്തുന്ന വഴിയിലൂടെ പ്രശോഭിക്കാൻ വേണ്ട എല്ലാ കൃപകളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഞങ്ങൾ അങ്ങേറ്റ വന്ന് കാശില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. അച്ഛൻ വന്നാൽ പിന്നെ ഞങ്ങൾ ഒരു കാശും മുടക്കിയിട്ടില്ല മരുന്ന് മേടിക്കാനൊന്നും. എല്ലാം അച്ഛനാണ് മുടക്കിയിരിക്കുന്നത്. അച്ഛൻ അവിടെ നിന്ന് പോകുന്നതിന് എനിക്ക് സങ്കടമുണ്ട്. അതാണ് ഞാൻ ഈ അച്ഛനെ പോകരുതെന്ന് പറഞ്ഞാൽ നിൽക്കുകയല്ലോ അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ പോകുമ്പോൾ എനിക്ക് വളരെ സങ്കടമാണ്. എൻ്റെ ഭാര്യ മരിച്ചുപോയി. അച്ഛനാണ് അതിൻ്റെ കാശ് മുടക്ക് മുഴുവനും ഒത്തിരി ഞാൻ മുടക്കി കാത്തി. വളരെ നന്ദിയുണ്ട് അച്ഛനോട്, വളരെ സന്തോഷം. ഞാൻ എനിക്കൊന്നും പോകാൻ അച്ഛൻ പോകുന്നതിന് എനിക്ക് വളരെ സങ്കടമുണ്ട്. എനിക്ക് അച്ഛനോട് ശകലം പണക്കം ഉണ്ടായിരുന്നു, അതെല്ലാം തീർക്കുമെന്ന് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അച്ഛനെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അച്ഛന് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞങ്ങളെ ഒത്തിരി സ്നേഹമായിട്ട് കരുതി അച്ഛനും ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ട സക്കറിയാസ് അച്ഛാ, കഴിഞ്ഞ 5 വർഷക്കാലം അങ്ങ് ചെയ്ത സേവനങ്ങൾ വിസ്മരണീയമാണ്. കാരണം ഈ അഗതി മന്ദിരത്തിലെ അമ്മച്ചിമാർക്ക് വേണ്ടി കോവിഡ് കാലത്തെ സേവനങ്ങൾ ക്യൂ നിന്നും മറ്റുമൊക്കെ മെഡിസിൻ അച്ഛൻ്റെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാതെ ഇവർക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഭവനത്തിന് വേണ്ടി ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തു. അതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ആ ഡെഡിക്കേഷൻ, അമ്മച്ചിമാരെ സ്വന്തം നിലയിൽ സ്നേഹിച്ചത് ഒക്കെ ഞങ്ങളൊക്കെ മനസ്സിൽ കരുതുന്നു. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഈ നിമിഷത്തിൽ പറയാൻ സാധിക്കുന്നുള്ളൂ. കാരണം അത്രമേൽ അച്ഛൻ്റെ സേവനം സുദീർഘമായിരുന്നു. നന്ദി അച്ഛ, ഒരുപാട് നന്ദി. ഫാദർ ജക്രിയാസ് ഒത്തിരി കാലം ഉണ്ടായിരുന്നെ പോയിട്ട് നമുക്ക് ഭയങ്കര സങ്കടമുണ്ടോ. പിന്നെ എല്ലാ കാര്യമെല്ലാം ഫാദർ നല്ല നമുക്ക് ശ്രദ്ധിച്ചോ. പിന്നെ നമുക്ക് എല്ലാ ജോലി സമയം നമുക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യമെല്ലാം ഫാദർ ജക്രിയാസ്. ദൈവ അനുഗ്രഹിക്കട്ടെ ഫാദർ ജക്രിയാസ്. താങ്ക് യു സോ മച്ച് ഫാദർ. ലവ് യു സോ മച്ച്.